തൃണമൂൽ കോൺഗ്രസ് നേതാവും നിലമ്പൂർ എംഎൽഎയുമായ പി.വി. അൻവറിനെതിരെ നിലപാട് കടുപ്പിച്ച് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ യു.ഡി.എഫിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും എതിർത്താൽ അതിനെ എങ്ങനെ അംഗീകരിക്കുമെന്ന് സണ്ണി ജോസഫ് ചോദിച്ചു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും കടുത്ത പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത്. അൻവർ വിഷയത്തിൽ പാർട്ടിക്ക് അംഗീകരിക്കാനാവാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. താനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനുമടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തിയ ശേഷമാണ് ആര്യാടൻ ഷൌക്കത്ത് എന്ന ഒറ്റപ്പേരിലേക്ക് എത്തിയത്. എ.ഐ.സി.സി പരിശോധിച്ച ശേഷം ഹൈക്കമാൻഡ് പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അൻവർ LDF-നെതിരെ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ആക്ഷേപമുയർത്തിക്കൊണ്ടാണ് LDF വിട്ടതും MLA സ്ഥാനം രാജിവെച്ചത്. ആ നയങ്ങൾ ജനങ്ങളുടെ മുൻപിൽ ജനകീയ കോടതിയിൽ ചോദ്യം ചെയ്ത് LDF സർക്കാരിന് ഒരു മറുപടി തിരിച്ചടി നൽകണമെങ്കിൽ അതിനാർക്കാ സാധിക്കുക? കേരള രാഷ്ട്രീയത്തിൽ അത് വളരെ സുവ്യക്തമാണ്. LDF-നെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ നീക്കം നടത്തുന്ന ജനപിന്തുണയുള്ള ഒരു മുന്നണിയാണ് UDF. അത് നമ്മൾ കണ്ടു. എവിടെയൊക്കെ? പുതുപ്പള്ളിയിൽ കണ്ടു, തൃക്കാക്കര കണ്ടു, പാലക്കാട്ട് കണ്ടു, വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു, കേരളത്തിലെ പാർലമെന്റ് ഇലക്ഷനിൽ കണ്ടു. ഇപ്പോൾ ഇതാ നിലമ്പൂരും കാണാൻ പോവുകയാണ്. ആ യാഥാർത്ഥ്യം ആർക്കാണ് മനസ്സിലാവാത്തത്? LDF-ന്റെ തെറ്റായ നയങ്ങൾ, അഴിമതി, പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നത്, കർഷക ദ്രോഹം, വന്യമൃഗ ശല്യത്തിന് പരിഹാരമുണ്ടാക്കാത്തത്, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതൊക്കെയാണ് ജനങ്ങളുടെ മുൻപിൽ UDF ഉന്നയിക്കുന്നത്. അതിനോടാണ്, ആ നയത്തോടാണ് ഒന്നാമതായി യോജിക്കേണ്ടത്. UDF-ന്റെ നയങ്ങൾ, നിയമസഭയ്ക്കകത്ത് നടത്തിയ പോരാട്ടം, പുറത്ത് നടത്തിയ സമരങ്ങൾ, യുവജന വിദ്യാർത്ഥി സമരങ്ങൾ, അതിനോട് യോജിക്കുന്ന ഒരു സമീപനമാണ് ആദ്യം എടുക്കേണ്ടത്. ഇതിൽ വ്യക്തിഗതമാക്കി ഈ വിഷയങ്ങളെ ഒരു കാരണവശാലും മാറ്റരുത്. സ്ഥാനാർത്ഥിയെ UDF കോൺഗ്രസ് നേതൃത്വമാണ് പ്രഖ്യാപിക്കേണ്ടത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി നേരിട്ട് യോഗം ചേരാൻ സാധിച്ചില്ല. ഞാനും പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി. മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി. ഒറ്റ പേരിൽ ഞങ്ങളെത്തി. അത് ACC പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ UDF-ന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? UDF-ന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഹൈക്കമാൻഡിന്റെ തീരുമാനം എതിർത്താൽ അതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്ന് അൻവർ മറുപടി പറയണമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി.